ഈ ഒരു ഗ്രീൻ ചട്നി ചിലർക്കെങ്കിലും ദോശയോ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടാവൂല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ഉള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതാ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം. പച്ച കടുകാണ് കേട്ടോ. 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അധികം കറിവേപ്പില വേണം. കുറച്ച് വിനാഗിരി വേണം കേട്ടോ. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. തേങ്ങ ചിരവി എടുത്തതല്ലല്ലോ, അതുകൊണ്ടാണ് ഇതുപോലെ ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്കിത് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിക്ക് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വിനാഗിരിയല്ല എടുത്തിട്ടുള്ളത്, അതിന് പകരമായിട്ട് കട്ടത്തൈരോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തിള വന്നാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് പോവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.